A very good morning to one and all. Today we are discussing about the topic probability. ആക്ച്വലി പ്രോബബിലിറ്റി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ തിയറിയിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയകളിൽ ഒന്നാണ് പ്രോബബിലിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Probability refers to the chance of happening or not happening of an event. So എന്തെങ്കിലും ഒരു കാര്യം അത് സംഭവിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ പറയുകയാണ് അത് സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. അങ്ങനെ പറയുന്ന ഒരു പ്രത്യേകതരം ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സാധ്യതാ പഠനം എന്നൊക്കെ നമുക്കിതിനെ പറയാവുന്നതാണ്. ചാൻസ് ഓഫ് ഹാപ്പനിങ്, ഇപ്പോൾ നമുക്ക് ഒരു വളരെ പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നാളെ നമ്മൾ മഴ പെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇന്ന സംഭവം നടക്കാതിരിക്കാം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ പ്രോബബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോവുകയാണ്, അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മൾ അതിൽ സെലക്ട് ആവും എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ട്രൂ ആവണമെന്നില്ല, ചിലപ്പോൾ അത് പാളിപ്പോയേക്കാം. അപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ബേസ്ഡ് അപ്പോൺ സർട്ടൻ എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, അല്ലെങ്കിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു എഫേർട്ട്, അപ്പോൾ ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്രോബബിലിറ്റി ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസോ ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പല എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. എന്തെന്നായാലും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ ഡെഫിനിഷൻ: the probability of given event may be defined as the numerical value given to the likelihood of the occurrence of that event. അപ്പോൾ സാധാരണ രീതിയിൽ പ്രോബബിലിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ ഇടയിലാണ്. 0-ൻ്റെയും 1-ൻ്റെയും ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ ഇടയിലാണ് പ്രോബബിലിറ്റി. അതൊരു ഫ്രാക്ഷൻ ടൈപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ. അല്ലെങ്കിൽ ഡെസിമൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും പ്രോബബിലിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് 0 എന്ന് പറയുന്നത് ഒരിക്കലും ചാൻസ് ഉണ്ടാവാത്തതാണ്. 0 പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല എന്നുള്ളതാണ്. ആൻഡ് 1 ഡിനോട്ട് ദ ഈവൻറ്റ് വിച്ച് ഹാസ് സർട്ടൻ ടു ഒക്കർ. അപ്പോൾ എന്തായാലും നടക്കും എന്ന് പറയുന്നതാണ് 1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സോ വെൻ വി നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഒന്ന് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അല്ലേ. അപ്പം ഏതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ട് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് ടെയിൽ 2 പോസിബിൾ ഔട്ട്കം ആണുള്ളത്. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം, അതായത് ഹെഡ് എന്നുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 1/2 ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് 50-50 ചാൻസ് ആണ്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 50, അതുപോലെ തന്നെ ടെയിൽ കിട്ടാനുള്ള ചാൻസും 50 ആയിരിക്കും. അപ്പോൾ ഇത് 1/2 എന്നുള്ള രീതി. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ പോസിബിൾ ഔട്ട്കം എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഫേവറബിൾ കേസ് എന്ന് പറയുമ്പോൾ ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ബൈ 2, അതായത് ഹെഡും ടെയിലും എന്ന് പറഞ്ഞ 2 പോസിബിൾ ഔട്ട്കംസ് ആണ് ഇതിനകത്തുള്ളത്. ഇനി കുറച്ച് ടെക്നിക്കൽ ടേംസ്, പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. A random experiment is an experiment that has 2 or more outcomes which vary in an unpredictable manner from trial to trial when conducted under uniform condition. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സംഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ഔട്ട്കമുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നു, ദാറ്റ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. കോയിൻ ടോസ് ചെയ്യുന്നു, അതൊരു റാൻഡം എക്സ്പെരിമെൻ്റ്
എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഔട്ട്കം എന്ത് തന്നെ ആയിക്കോട്ടെ, പലതരത്തിലുള്ള പോസിബിൾ ഔട്ട്കം ഉണ്ടായിരിക്കും. ആ എക്സ്പെരിമെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിനെ നമ്മൾ എന്താണോ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പരീക്ഷണത്തിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ പോയിന്റ്, ഓരോ ഔട്ട്കത്തിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1 to 6 വരെയുള്ളതാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 0, 1, 2, 3, 4 ഡൈ ഉണ്ടല്ലേ. നമ്മളിങ്ങനെ പണ്ട് നമ്മൾ ഇങ്ങനെ തായമൊക്കെ കളിക്കില്ലേ, അതുപോലെ ഇപ്പോൾ ഒരു ചെറിയൊരു കട്ട, ആ കട്ടയിൽ 1 തൊട്ട് 6 വരെ ഉണ്ടാവും. അതാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈ നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എല്ലാ ഔട്ട്കത്തിൻ്റെയും ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിൻ്റ് ആണ്, 2 എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിൻ്റ് ആണ്, 6 എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിൻ്റ് ആണ്. അങ്ങനെ ഓരോ ഇൻഡീകമ്പോസിബിൾ ഔട്ട്കത്തിനെയാണ് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഡീകമ്പോസിബിൾ ഔട്ട്കത്തിനെയാണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 സാമ്പിൾ സ്പേസ് ആണുള്ളത്. ഇപ്പോൾ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, അതിനെയാണ് സാമ്പിൾ സ്പേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈവൻറ്റ്, an event is the result of a random experiment. It is a subset of sample space of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്താണോ സംഭവിക്കേണ്ടത് അതിനെയാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗെറ്റിംഗ് എ ടെയിൽ ഈസ് എൻ ഈവൻറ്റ്, അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ഹെഡ് ഈസ് എൻ ഈവൻറ്റ്. ഷുവർ ഈവൻറ്റ് ഓർ സെർട്ടൻ ഈവൻറ്റ്, ഒരു ഈവൻറ്റ് നിർബന്ധമായിട്ടും സംഭവിക്കും എന്ന് പറയുന്നതാണ് ഷുവർ ഈവൻറ്റ് അല്ലെങ്കിൽ സെർട്ടൻ ഈവൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഈവൻറ്റ് വിച്ച് ഒക്കറൻസ് ഈസ് ഇൻഎവിറ്റബിൾ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ഓൾ വൈറ്റ് ബോൾസ്, ഇപ്പോൾ ഒരു ബോക്സിനകത്ത് കുറേയധികം വൈറ്റ് ബോളുകളുണ്ട്. ആ വൈറ്റ് ബോളുകളിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത്, നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോൾ തന്നെയായിരിക്കും അല്ലേ. കാരണം ഒരു ബോക്സിനകത്ത് വൈറ്റ് ബോൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ കിട്ടും എന്നുള്ളത് ഒരു ഷുവർ ഇവൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇംപോസിബിൾ ഇവൻറ്റ്, an event whose occurrence is impossible is called impossible event. For example, ഇപ്പോൾ ഒരു ബോക്സിനകത്ത് എല്ലാം റെഡ് ബോളാണെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് കിട്ടുന്നത് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ. ഇപ്പം എല്ലാം ചുമപ്പ് കളറുള്ള ബോളുകളാണ്, പക്ഷെ നമുക്ക് എന്താണ് വൈറ്റ് ബോള് അതിൽ നിന്ന് എടുക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ. അതുകൊണ്ടാണ് അത്തരം ഇവൻറ്റുകളെയാണ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. Uncertain event, an event whose occurrence is neither sure nor impossible is called uncertain event. നമുക്ക് ഷുവർ അല്ലാത്തതും അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതും ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന്, അതായത് ഒന്നില്ലെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ ഷുവർ അല്ല എന്ന് പറയുന്ന ഈവൻറ്റുകളെയാണ് അൺസർട്ടൻ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് വൈറ്റ് ബോൾസ് ആൻഡ് ബ്ലാക്ക് ബോൾസ്. ഇപ്പോൾ വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ചിലപ്പോൾ എന്ത് തന്നെ കിട്ടും, ചിലപ്പോൾ വൈറ്റ് കിട്ടാം അല്ലേ, അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് ബോളുകൾ കിട്ടും. ഇപ്പോൾ ബ്ലാക്ക് ബോളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇമ്പോസിബിൾ ഈവൻ്റ് എന്ന് പറയാം. ഷുവറും അല്ല അല്ലെങ്കിൽ ഇമ്പോസിബിളും അല്ലാത്ത ഈവൻറ്റുകളെയാണ് അൺസർട്ടൻ ഈവൻ്റ് എന്ന് പറയുന്നത്. ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്, 2 events are said to be equally likely if any one of them cannot be expected to occur in the preference to another. ഇപ്പോൾ ഒരു ഹെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെഡിനും ടെയിലിനും ഈക്വൽ ചാൻസ് ആണ്. സോ ഈ ഓരോ ഈവൻറ്റും ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 എണ്ണത്തിനും ഈക്വൽ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ 1/2 1/2 ആണെങ്കിൽ അതിനെയാണ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറയാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, a set of events are said to be mutually exclusive if occurrence of one prevents the possibility of occurrence of other. ഇപ്പോൾ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ ടെയിലിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ ടെയിലിൻ്റെ പോസിബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇപ്പോൾ ഒന്ന് സംഭവിക്കുമ്പോൾ മറ്റൊന്ന് സംഭവിക്കുന്നില്ല, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സോസ്റ്റീവ് ഇവൻറ്റ്. എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റിൽ എല്ലാ പോസിബിൾ ഔട്ട്കത്തിനും ഒരു ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റിൽ എല്ലാ ഔട്ട്കത്തിനും
പോസിബിൾ ആണ്, ഇവൻറ്റ് പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതായത് എ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ് ഈസ് സെറ്റ് ടു ബി എക്സോസ്റ്റീവ് വെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ പോസിബിൾ ഔട്ട്കം ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ എല്ലാ പോസിബിൾ ഔട്ട്കത്തിനെയും കൺസിഡർ ചെയ്യുന്ന അതായിരിക്കണം ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും, എല്ലാ ഔട്ട്കത്തിനും കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണ് ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Dependent events. Two or more events are said to be dependent if the happening of one of them affect the happening of another. ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഇവൻറ്റുകളെയാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഓൺ പ്രോബബിലിറ്റി. 4 ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് തോട്ടാണ് പ്രോബബിലിറ്റിക്കുള്ളത്. ഒന്ന് ക്ലാസിക്കൽ ഓർ പ്രയറി അപ്രോച്ച്, റിലേറ്റീവ് ഫ്രീക്വൻസി ഓർ എംപിറിക്കൽ അപ്രോച്ച്, സബ്ജക്റ്റീവ് ഓർ പേഴ്സണാലിസ്റ്റിക് approach, modern or axiometric approach. Classical or priori approach. പ്രോബിലിറ്റിയിൽ പറയുകയാണ് പി ഓഫ് എ എന്ന് പറയുന്നത് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. സോ എം എന്ന് പറയുന്ന ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ്. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്? ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 2 എന്ന് പറയുന്നത് ഹെഡും ടെയിലുമാണ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദ പ്രോബിലിറ്റി ഈസ് 1/2. ഫോർമുല ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, ദാറ്റ് ഈസ് 1/2. എ ഡൈ ഈസ് ത്രോൺ ഫ്രം ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് what is the probability of getting a 4? ഒരു 4 മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 6 ആയിരിക്കും. അതിൻ്റെ ഈ 4 എന്ന് കിട്ടുന്നത് സോ ഒരു ചാൻസേ ഉള്ളൂ. സോ 1/6 ആണ് കിട്ടുക. സോ 0 1 2 3 4 5 6 അങ്ങനെ വരും. സോ ഈവൻ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 5 6ൽ 2ഉം 4ഉം 6ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 3/6 ആണ് വരിക. ദെൻ 3 or 5 എന്ന് പറയുന്നത് 3 ആവാം അല്ലെങ്കിൽ 5 ആവാം. സോ 1/6 + 1/6 ദാറ്റ് ഈസ് 2/6 ആയിരിക്കും. ലെസ് ദാൻ 3 എന്ന് പറയുന്നത് 3നേക്കാട്ടിൽ കുറവ്, അതായത് 1 2 3. സോ 2/6. ലെസ് ദാൻ 3 ആണ്, 3 ഇൻക്ലൂഡഡ് അല്ല, 2/6. സോ നോക്കാം. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. അതായത് ഓൾ പോസിബിൾ ഔട്ട്കം ആണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 എന്ന് പറയുന്നത് 1/6 ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ ഈസ് 3/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 or 5 is 2/6, that is 1/3. Probability of getting less than 3 is equal to 2/6 or 1/3. സോ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും കാണാം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.